ഹായ് ഗൈസ്, നമ്മുടെ എക്സ്പോർട്ടിംഗ് മെയ്സ് ടു ആഫ്രിക്ക സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫസ്റ്റ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ മോയ്സ്ചർ കണ്ടൻറ്റ് ചെക്ക് ചെയ്യണം. അതിനൊക്കെ മുന്നേ നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ലോഡ് നിറയ്ക്കും മുന്നേ നമ്മൾ ലോഡ് നമ്മൾ എംപ്റ്റി വെയിറ്റ് ചെക്ക് ചെയ്യണം. എംപ്റ്റി വെയിറ്റ് എന്ന് ലോഡ് കംപ്ലീറ്റ്ലി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിർത്തുക. ഈ പ്ലാറ്റ്ഫോമിൽ നിർത്തുമ്പോൾ നമുക്കൊരു വെയിറ്റ് കിട്ടും. ആ വെയിറ്റിനെ നമ്മൾ ടയർ വെയിറ്റ് എന്നാണ് പറയുക. ടയർ വെയിറ്റ് നമ്മൾ ആദ്യം നോക്കുക, എന്നിട്ട് അതിന് ശേഷം നമ്മൾ ലോഡ് ചെയ്യുക. ഫുള്ളി ലോഡ് ചെയ്ത ശേഷം നമ്മൾ വീണ്ടും പോയി ചെക്ക് ചെയ്യുക. സെയിം പ്ലാറ്റ്ഫോമിൽ വെക്കുക, നമ്മൾ ചെക്ക് ചെയ്യുക. അതിന് ഗ്രോസ് വെയിറ്റ് എന്ന് പറയും. ഈ ഗ്രോസ് വെയിറ്റ് മൈനസ് ടയർ വെയിറ്റ്, ഇതാണ് നമ്മളുടെ ആക്ച്വൽ വെയിറ്റ് വരുന്നത്. ഇപ്പോൾ ഒരു ലോറിയിൽ നമ്മൾ എത്രത്തോളം കൊള്ളുന്നുണ്ടെന്നുള്ള വെയിറ്റാണ് നമുക്ക് ആക്ച്വലി 300 ടൺസ് വേണം. നമ്മുടെ ഒരു ലോറിയിൽ മാക്സിമം കൊള്ളുക ഒരു 27 ടൺസ് ആണ് മാക്സിമം കൊള്ളുക. അപ്പം അങ്ങനെ നമ്മൾ 300 ടൺസിന് വരുമ്പോൾ നമുക്കൊരു 10 വാനെങ്കിലും അല്ലെങ്കിൽ 10 ലോറിയെങ്കിലും നമുക്ക് വേണ്ടി വരും. നമ്മൾ മോയ്സ്ചർ നോക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബെയർ ഐസിൽ. കാരണം നമ്മുടെ കണ്ണാൽ എല്ലാ ബാഗിലും, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു വാനിൽ 27 ടൺസ് വരുമെങ്കിൽ അതിന് 27 ടൺസ് എന്ന് പറഞ്ഞാൽ 450 ബാഗ്സ് വരും. പക്ഷെ നമ്മൾ എല്ലാ ബാഗും നമ്മൾ ഈ ഒരു സ്കൂപ്പ് വെച്ചിട്ട് എല്ലാ ബാഗും നമ്മൾ ചെക്ക് ചെയ്യണം. എല്ലാ ബാഗും ചെക്ക് ചെയ്യുക. അതിലെന്തെങ്കിലും മൗൾഡോ കാര്യങ്ങളോ, നമ്മുടെ ബെയർ ഐസിൽ കാണുന്ന എന്തെങ്കിലും മൗൾഡോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വേറൊരു ബാഗ് എടുക്കുക. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ഈ ലോഡ് ചെയ്യേണ്ടത്. നമ്മൾ ലോഡ് ചെയ്തിട്ട് നമ്മൾ നേരെ ഫുള്ളായിട്ട്, ഞാൻ പറഞ്ഞിട്ടില്ലേ, ലോഡ് ചെയ്യുക, നേരെ പോയി വീണ്ടും ആ ഒരു പ്ലാറ്റ്ഫോമിൽ വെക്കുക. നമ്മുടെ ഗ്രോസ് വെയിറ്റ് നോക്കുക. ഇപ്പം നമ്മൾ ഗ്രോസ് വെയിറ്റ് നോക്കി. ഗ്രോസ് വെയിറ്റ് മൈനസ് ടയർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എംപ്റ്റി ലോറിയുടെ വെയിറ്റ്. അപ്പം നമുക്ക് എത്ര ടണ്ണ് ഇപ്പോൾ ആ ലോറിയിൽ ഉണ്ടെന്ന് നമുക്ക് കിട്ടും. അതിന് നമ്മൾ ആക്ച്വൽ വെയിറ്റ് എന്ന് പറയും. അങ്ങനെയാണ് നമ്മൾ ഒരു ലോറിയിൽ എത്ര ടണ്ണ് നമ്മൾ നിറച്ചിട്ടുണ്ടെന്ന് അറിയുക. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മുടെ ആക്ച്വൽ വെയിറ്റ് എടുത്ത ശേഷം നമ്മൾ അടുത്ത ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ മഴയൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്, കാരണം ആക്ച്വലി 2 ഡേയ്സെങ്കിലും വേണം ഗുലാബാബാദിൽ നിന്ന് നമ്മുടെ കൊൽക്കത്ത പോർട്ടിലേക്ക് എത്താൻ. മഴയൊന്നും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്രോപ്പൊന്നും നഷ്ടപ്പെടാതെയോ മോശമാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുൾ ടാർപ്പോയും അല്ലെങ്കിൽ അതുപോലുള്ള സാധനങ്ങൾ വെച്ച് കവർ ചെയ്യുക. എന്നിട്ട് നമ്മുടെ കൊൽക്കത്ത പോർട്ടിലേക്ക് പോവുക. കൊൽക്കത്ത പോർട്ടിലേക്ക് അറൗണ്ട് 2 ഡേയ്സ് ട്രാവൽ ഉണ്ട് ലോറിയിൽ. അതിനുശേഷം കുറെ കസ്റ്റംസ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഈ കസ്റ്റംസ് പ്രൊസീജിയേഴ്സ് ഒക്കെ 1 by 1 ഞാൻ എന്തായിരുന്നാലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. നമ്മുടെ ഈ ലോറിയിൽ നിന്ന് പോകുന്ന സാധനങ്ങൾ അവിടെ എത്തുമ്പോൾ